നമസ്കാരം. ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് മലയാളം 9ാം ക്ലാസ്സിന്റെ മലയാളം അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോദ്യം മോഡലിലേക്ക് പോകും. 1.5 മണിക്കൂറാണ്, 40 മാർക്ക് ചോദ്യ പേപ്പറാണ്. കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കൃത്യമായി നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 1.5 മണിക്കൂറിന് മുമ്പുള്ള 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം, ഏതൊക്കെയാണ് നമുക്ക് അത്യാവശ്യമുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതൊക്കെയാണ് ഇത് ശ്രദ്ധിക്കുക. പിന്നെ പാരഗ്രാഫുകളുണ്ട്, അതൊക്കെ വായിച്ച് നേരത്തെ വയ്ക്കാൻ 15 മിനിറ്റ് സമയം ഉപയോഗിക്കുക. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒരു സ്കോർ വീതമാണ്. അപ്പൊ ആദ്യത്തെ 4 ചോദ്യം. വണ്ടിക്ക് അടുത്തെത്തിയ അർബാബ് എന്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരു ഏർ വെച്ചു കൊടുത്തു. വണ്ടിക്ക് അടുത്തെത്തിയത് അർബാബിന്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരു ഏർ വെച്ചു കൊടുത്തു. മണൽക്കൂനകൾക്കിടയിലൂടെ എന്നുള്ള ആ പാഠത്തിൻ്റെതാണ്. അതിൽ അർബാബിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് 4 ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. യാത്ര ചെയ്യാനുള്ള മടി, നജീബിനോടുള്ള കരുതൽ, സഹജീവിയോടുള്ള കരുണ, അന്യരോടുള്ള പരുക്കൻ പെരുമാറ്റം. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാമല്ലോ. കാരണം അന്യരോടുള്ള അയാളുടെ പരുക്കൻ പെരുമാറ്റം, നമ്മളാണെങ്കിൽ നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്ന ഒരാളുടെ ബാഗ് വാങ്ങിച്ച് വണ്ടിക്കകത്തോട്ട് എറിയില്ലല്ലോ. അതാണ് അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി വിഗ്രഹിച്ച് എഴുതിയത് ഏത്? അനുഭവ പാഠങ്ങൾ, അനുഭവവും പാഠങ്ങളും. വിശ്വവിദ്യാലയം, വിശ്വത്താലുള്ള വിദ്യാലയം, അത് തെറ്റാണ്. ചുമർ ചിത്രം, ചുമരിന്റെ ചിത്രം. അന്ധവിശ്വാസം, അന്ധമായ വിശ്വാസം. ചുമർ ചിത്രം ചുമരിലെ ചിത്രമാണ്. അനുഭവ പാഠങ്ങൾ അനുഭവത്തിന്റെ പാഠങ്ങളാണ്. അന്ധവിശ്വാസമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്, അന്ധമായ വിശ്വാസം. മൂന്നാമത്തെ ചോദ്യം, പുല്ലുമേഞ്ഞ കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകടികളുടെയും മധ്യ ഒരു വിശ്വവിദ്യാലയം. ശാന്തിനികേതനമാണ് ഇത്. അതില് ശാന്തിനികേതനത്തിന് യോജിക്കാത്ത പരാമർശം കണ്ടുപിടിക്കാനാണ്. പരിസ്ഥിതി സൗഹൃദമായ പഠനം, അത് യോജിക്കുന്നതാണ്. ലാളിത്യ സ്വച്ഛതയും നിറഞ്ഞ അന്തരീക്ഷം, അതും യോജിക്കുന്നതാണ്. കൂറ്റൻ കെട്ടിടങ്ങളുള്ള കലാശാല, അതൊരിക്കലും ശാന്തിനികേതനത്തിന് യോജിക്കുന്നതല്ല. തൊഴിൽ പരിശീലനത്തിനുള്ള ഗ്രാമീണ കലാകേന്ദ്രം, അത് തീർച്ചയായും ഈ ശാന്തിനികേതനത്തിന് യോജിക്കുന്നതാണ്. നാലാമത്തെ ചോദ്യം, അപ്പൂപ്പൻ ഡാഡിയുടെ പറക്കത്തെ വിനീതമായ ശ്രമമായി കാണുന്ന സ്മാരകം. കാര്യം, പറക്കുന്നവയ്ക്കുള്ള വിശാല ലോകത്തിന്റെ സാധ്യത അപ്പൂപ്പൻ ഡാഡിക്കില്ല. കാരണം അപ്പൂപ്പൻ ഡാഡിക്ക് ചിറകുകളില്ല. ഇത് ഈ ഒരു പുതിയ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് കാര്യവും കാരണവും തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ താഴെ ABCD ഓപ്ഷനിൽ കാര്യം തെറ്റ്, കാരണം ശരി, കാര്യം ശരി, കാരണം തെറ്റ്, കാര്യവും കാരണവും തെറ്റ്, കാര്യവും കാരണവും ശരി. ഇങ്ങനെ ഈ PSC മോഡൽ പരീക്ഷയുടെ കടന്നു വരവാണത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു പുതിയ മെത്തേഡ്, പുതിയൊരു മോഡലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വായിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം കൂൾ ഓഫ് ടൈമിൽ ഉത്തരം കണ്ടുപിടിച്ച് സുഖമായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. അപ്പൊ കാര്യം, പറക്കുന്നവയ്ക്കുള്ള വിശാല ലോകത്തിന്റെ സാധ്യത അപ്പൂപ്പൻ ഡാഡിക്കില്ല. കറക്റ്റ് ആണത്. അപ്പൊ ആദ്യം കാര്യം ശരിയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി. ഇനി കാരണം നോക്ക്, അപ്പൂപ്പൻ ഡാഡിക്ക് ചിറകുകളില്ല, അത് ശരിയാണ്. അപ്പൂപ്പൻ ഡാഡിക്ക് ചിറകുകളുണ്ടോ? ചിറകുകളില്ല. അപ്പൊ അതിന്റെ ഉത്തരം കാര്യവും കാരണവും ശരി എന്നുള്ള 4ാമത്തെ D ഓപ്ഷൻ ആണ്. ഇനി 5 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. അപ്പൊ 5 മുതൽ 6 വരെ, അപ്പൊ കേരള പാഠാവലിയിൽ ഇതില്ല. 3 മാർക്ക് ചോദ്യം, 3 സ്കോർ വീതമാണ്. 2 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. 5ാമത്തെ ചോദ്യം, അപ്പൊ അതിനകത്ത് 5, 6 കമ്പൽസറി ഉത്തരം എഴുതേണ്ടതാണ്. 2 ചോദ്യങ്ങളാണ്. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതണം, അതിന് ഓപ്ഷൻ ഇല്ല. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ച് കാണുന്നത് ആ പാഠഭാഗത്തിൽ ആദ്യം പറയുന്നുണ്ട്. അപ്പൊ ഇത് 3 നിരീക്ഷണങ്ങൾ, അതായത് അവിടുത്തെ വയലുകൾ, നടക്കുന്ന വഴികൾ, തെങ്ങിൻ തോപ്പുകൾ, ഇതെല്ലാം കേരളവും ശാന്തിനികേതനത്തിന്റെ ആ ഒരു ബംഗാളിലെ ഗ്രാമത്തിന്റെ ഭംഗിയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള 3 സെന്റൻസ്, 3 മാർക്കിനാകുമ്പോൾ 4 സെന്റൻസ് ആണ് മാക്സിമം. ശ്രദ്ധിക്കണം, 3 മാർക്ക് ചോദ്യത്തിന് മാക്സിമം 4 സെന്റൻസിൽ ഉത്തരം എഴുതുക. 6ാമത്തെ ചോദ്യത്തിന് 2 ഓപ്ഷൻ ഉണ്ട്, എയും ബിയും. ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു. ഹിമാലയൻ യാത്ര എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അടിവരയിട്ട പദം പാഠസന്ദർഭത്തിന് നൽകുന്ന അർത്ഥ സാധ്യതകൾ. ഹിമാലയൻ യാത്ര എന്ന് പറയുമ്പോൾ ഹിമാലയത്തിലേക്ക് കയറുന്നത് വളരെ ദുർഘടമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുപോലെയാണ് സുജാത ദേവി ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒറ്റയ്ക്കാവുന്ന സന്ദർഭങ്ങളിൽ, ഇരുട്ടുള്ള ഇടങ്ങളിൽ, ഏകാന്തമായ ഇടങ്ങളിൽ അവർക്ക് ഈ യാത്ര ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങൾ നൽകിയതായിരുന്നു. പക്ഷെ അവരതിന് വിജയിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇളം കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക് തെളിയുന്നു. പറവയുടെ യാത്രയെക്കുറിച്ച് അല്ലെ, പറവകൾ യാത്ര ചെയ്യുമ്പോൾ ഇളം കാറ്റ് തൂവലുകൾ മണ്ണിലേക്ക് പൊഴിയുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ കുറിക്കുക എന്നുള്ളത്, അത് 4 സെന്റൻസിൽ കൂടരുന്നു. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4-5 വാക്യത്തിൽ ഉത്തരം എഴുതുക. 4 മാർക്ക് വീതമാണ്.
7, 8, 9, 10 4 മാർക്കാണ്. 4 മാർക്ക് 4 ചോദ്യം 16 മാർക്കാണ്. അപ്പോൾ 7, 8 ഓപ്ഷൻ ഇല്ല. പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. അന്ധകാരം മാത്രം. പൊടി പറത്തി വാഹനം മണൽക്കൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിരുന്നു. നജീബിന്റെ ജീവിതഗതി. അതോടെ അവന്റെ ജീവിതം മാറി മറിയുകയാണ്. അതായത് പിന്നീടാണ് മണിയനീച്ച പോലെ ഒരു ഭീതിയൊക്കെ അവനിലേക്ക് വരുന്നത്. ലൈറ്റുള്ള ഭാഗങ്ങളൊക്കെ വിട്ട് മണലുള്ള അല്ലെങ്കിൽ പൊടി പറത്തുന്ന സ്ഥലങ്ങളിലേക്ക് വണ്ടി എത്തിക്കഴിഞ്ഞു. 8, എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. സോക്രട്ടീസ്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. സ്മാരകം. ഇത് രണ്ടും ഈ രണ്ട് ചോദ്യങ്ങളും സോക്രട്ടീസിന്റെ കാഴ്ചപ്പാടും അപ്പൂപ്പൻ താടി യാത്രയിൽ നൽകുന്ന തിരിച്ചറിവുകൾ. ഇത് 4 മാർക്കാണ്. അരപ്പുറമാണ്. 2 പാരഗ്രാഫിൽ ഉത്തരം എഴുതണം. അപ്പൊ സോക്രട്ടീസിനെ പറഞ്ഞതിനെ കുറിച്ച് ആദ്യം എഴുതുക. ഗ്രീക്ക് ചിന്തകനായ സോക്രട്ടീസിന്റെ ഒരു വാക്യമാണല്ലോ, എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് എന്റെ ഏറ്റവും വലിയ അറിവ്. ഇനി സ്മാരകത്തിലെ വരികളാണ്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. തനിക്ക് പറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ അറിവ്. പക്ഷെ അത് അറിയില്ല, അത് ആർക്കറിയില്ല? അപ്പവും താടിക്ക് അറിയില്ല. അതുകൊണ്ടാണ് അത് പറക്കുന്നത്. ചില അറിവുകൾ ചിലത് നമ്മൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇനി ശാന്തിനികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല. ടാഗോറിന്റെ കാഴ്ചപ്പാടാണോ? വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ടാഗോറിന്. അതുകൊണ്ടാണ് അതിർത്തികൾ ഇല്ലാത്ത ഒരു കലാലയം അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. 10ാമത്തെ ചോദ്യം, മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ? യാത്രാനുഭവങ്ങൾ എങ്ങനെയാണ് ഒരാളെ മറ്റൊരാളാക്കി തീർക്കുന്നത്? ദേശസഞ്ചാരങ്ങൾ ജീവിത വഴികൾക്ക് തെളിച്ചു നൽകുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതെങ്ങനെ? അങ്ങനെയല്ലേ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ കാണുന്ന ആളുകൾ, അവിടുത്തെ പ്രകൃതി, അവിടുത്തെ ജീവിത രീതി, അവരുടെ പെരുമാറ്റം, അവരുടെ സംസാര രീതികൾ, ഇതെല്ലാം നമ്മുടെ അനുഭവ പരിചയത്തെ കൂട്ടുകയുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എഴുതാം. പിന്നെ അതിൽ ഓപ്ഷൻ ഉള്ളത്, മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു. വെറുതെ ആകാശ ശൂന്യതയിലേക്ക് കണ്ണു വീഴ്ച കിടന്നു. ആരാണ്? നജീബ്, അല്ലെ? ആ വണ്ടിയുടെ അടപ്പ് തുറന്നു കിടക്കുന്ന ആ ഒരു വണ്ടിയുടെ പിൻഭാഗത്ത് കിടന്ന് ഇയാൾ ആകാശത്തേക്ക് നോക്കുകയാണ്. നക്ഷത്രങ്ങൾ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായെന്നുള്ള പ്രയോഗം തന്നെ സൂചിപ്പിക്കുന്നത് രാത്രിയായി എന്നുള്ളതാണ്, അർദ്ധരാത്രിയായി എന്നുള്ളതാണ്. അപ്പോഴാണ് നക്ഷത്രങ്ങൾ മറയുന്നത്. പിന്നെ ഭാവിയെക്കുറിച്ചുള്ള അയാളുടെ ആശങ്കയാണ്. അയാളുടെ ജീവിതത്തിലെ വെളിച്ചം അണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുകയാണ്. ഇനിയുള്ളത് 11ാമത്തെ ചോദ്യം. ഇനിയാണ് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുന്ന ചോദ്യം വരുന്നത്. 3 പാരഗ്രാഫ് ആയിരിക്കും അതിന് വേണ്ടത്. 7 മാർക്കാണ് അതിന്റെ സ്കോറ്. ഇതില് ശാന്തിനികേതനത്തിലേക്ക് പോകുന്ന 3 മൈൽ നീളമുള്ള പാത, കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞും കുഴിഞ്ഞും ചേടി മണ്ണ് മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച കിഴവൻ പാത, അതിന്റെ ആ ഒരു യാത്രാ വിവരണങ്ങൾ എപ്പോഴും നമുക്ക് വാങ്മയ ചിത്രങ്ങളായിട്ട് മാറുന്നവയാണ്. അതായത് വാങ്മയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളത് വായിക്കുമ്പോൾ തന്നെ ചിത്രമായിട്ട് മാറുന്ന വാക്കുകളാണ്. നമ്മൾ ആ വാക്കുകളിലൂടെ ആ ചിത്രത്തെ കാണുകയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ആ പാത, ആ റോഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഒരു മനോഹരമായ യാത്രാ വിവരണം, നിങ്ങൾ പോയൊരു യാത്രയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ്. സുഖമായിട്ട് എഴുതാൻ പറ്റും. 7 മാർക്കാണ്. 1 പേജാണ്. അതൊരല്പം കൂടെ കൂടും നമ്മൾ എഴുതി വരുമ്പോൾ 3 പാരഗ്രാഫ്. അല്ലെങ്കിൽ നജീബിന്റെ കഥാപാത്ര നിരൂപണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഇവിടെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം, ഇതിപ്പോ 2 ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഇനി ഒരു 7 മാർക്ക് ചോദ്യം കൂടെ ഉണ്ട്. 7 മാർക്ക് ചോദ്യം ഉണ്ട്. അത് പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് 5 മാർക്ക് 7 മാർക്ക് എല്ലാം ലഭിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കൂൾ ഓഫ് ടൈമിൽ ഈ പാരഗ്രാഫ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മറച്ചു വെക്കണം മൊത്തം. കാരണം ഇത് ഏറ്റവും അവസാനമാണ് പാരഗ്രാഫ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ നേരത്തെ കൂൾ ഓഫ് ടൈമിൽ വായിച്ച് ഉത്തരം കണ്ടുപിടിച്ച് വെക്കുക. 7 മാർക്കാണ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് ആ ഒരു കൂൾ ഓഫ് ടൈം കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. കുറെ കൂടെ നിങ്ങൾക്ക് എക്സാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പരീക്ഷ പേടി മാറ്റി മലയാളം കുറച്ചുകൂടെ ഈസിയാക്കി എഴുതാൻ കഴിയും എന്നുള്ള ഒരു തെളിവാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അതിന് നിങ്ങളുകൂടെ സഹകരിക്കണം. തീർച്ചയായിട്ടും കുട്ടികൾ ഇത് ഒരു കൂൾ ഓഫ് ടൈം നിസ്സാരമായി എടുക്കാതെ ആ സമയത്ത് ഇതിന്റെ കറക്റ്റ് ചോയ്സുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതി
നിർത്താൻ കഴിയും. 1.5 മണിക്കൂർ പോലും ആവശ്യമില്ല. കൃത്യമായ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീല ടീച്ചർ. 9ാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലി ചോദ്യ പേപ്പറിൽ മാർക്കിന്റെ വേരിയേഷൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ആകെ മാർക്ക് 40 തന്നെയാണ്. 40 മാർക്ക്. സമയം പതിവ് പോലെ 1.5 മണിക്കൂറാണ്. അതിനു മുമ്പ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ കൂൾ ഓഫ് ടൈമിൽ കൃത്യമായി ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ആദ്യത്തെ 4 ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതം, അത് 4 മാർക്ക്. അടുത്തതായി 5-6 ചോദ്യങ്ങളാണ്. 5-6 ചോദ്യങ്ങൾ 2 ചോദ്യങ്ങളാണുള്ളത്. 2 ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതമാണ്. അങ്ങനെ 6 മാർക്ക്. അടുത്തതായി 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണ്. 7, 8, 9, 10. അപ്പോൾ 4 ചോദ്യങ്ങൾക്ക് 4 മാർക്ക് വീതം 16 മാർക്കാണ് അടുത്ത സെറ്റിൽ വരുന്നത്. ഈ ചോദ്യങ്ങൾ ഒരു അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അരപ്പുറത്തിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷനും കൂടെ ചേർത്ത് 2 പാരഗ്രാഫായിട്ട് ഉത്തരം എഴുതണം. അടുത്തതായി 11, 12 ചോദ്യങ്ങളാണ്. 2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. 2 ചോദ്യങ്ങൾക്ക് മാർക്ക് 7 ആണ്. 14 മാർക്ക്. ഇത് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുകയാണ്. എന്തായാലും നമ്മൾ അത് എഴുതി വരുമ്പോൾ ഒരു പുറത്തിൽ കൂടുതൽ ഉണ്ടാകാനേ ചാൻസ് ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ എഴുതണം, 3 പാരഗ്രാഫ് എഴുതണം. ഇനി ടോട്ടൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് 40 മാർക്ക്. അപ്പൊ ഇത് 8നും 10നും ഉള്ള മോഡലല്ല. 9ാം ക്ലാസ്സിന്റെ കേരള പാഠാവലി ശരിക്കും വേറൊരു മോഡലാണ്. അടിസ്ഥാന പാഠാവലിയിലാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. അപ്പൊ ഈ മാർക്കിന്റെ വേരിയേഷൻസ് വളരെ ശ്രദ്ധിക്കുക.